ഓക്കെ. ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പ്രകീർത്തിച്ച് നിങ്ങൾ കേട്ടിനാ? അയാളൊരു CPM MP ആണ് സാർ. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒപ്പുവെച്ചതിന്റെ പാലം. ഇടനിലക്കാരൻ ഷാജി അറിയാണ്ടല്ല, സ്വന്തം ഘടകകക്ഷിയായ CPI അറിയാതെ ഒപ്പുവെച്ചതിലെ പാലം. അയാൾ അതിന് വാങ്ങിയിട്ടുണ്ട് വല്ല ഏർപ്പാടുണ്ടെങ്കിൽ അത് അയാൾ അവിടെ പറയട്ടെ. ഒപ്പും വെച്ചിട്ട് ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന അയാളോട് രാഷ്ട്രീയം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. അതിൽ പൊളിറ്റിക്കൽ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചത് ഇതിലൊരു രാഷ്ട്രീയ നിലപാടാണത്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, ഇപ്പോൾ അതിലൊരു രാഷ്ട്രീയ നിലപാടാണെന്ന് പറഞ്ഞു. നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ അത്ര ഗൗരവത്തിൽ രാഷ്ട്രീയ നിലപാട് പറയാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല ഇപ്പോഴത്തെ വിമർശനം. ഒറ്റ കാര്യം, രാഷ്ട്രീയ നിലപാടാണോ? അപ്പൊ അവർ ഒപ്പിട്ടതോ? ഒപ്പിട്ട് വസ്തുത നിലനിൽക്കുന്നു. നിങ്ങൾക്ക് അത് വസ്തുത നിലനിൽക്കൽ മാത്രം അല്ലേ? എന്നാൽ അതാണ് വസ്തുത. പറയട്ടെ മിസ്റ്റർ നിങ്ങളത് കഴിയട്ടെ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ സീരിയസ് ആയിട്ട് പറയാണ്. ഒപ്പിട്ട സർക്കാർ, മുൻ സർക്കാർ അവിടെ നിൽക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കമന്റ് അല്ലെങ്കിൽ UDF പറഞ്ഞ കമന്റ്, അത് കമന്റുകളാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. മറ്റത് സമീപനമാണ്, ഒരു സ്റ്റേറ്റ് എടുത്ത ഒപ്പുവെക്കലാണ്. രണ്ടും ഒരുപോലെ അതിനല്ലേ സബ് കമ്മിറ്റി വെച്ചത്. എങ്ങനെയാണ് ആ തെറ്റിനെ തിരുത്തി അതിനെ ഞങ്ങൾക്ക് സ്റ്റേറ്റിന്, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിന്റെ ഒരു ഇൻട്രസ്റ്റിനെ എന്നുവെച്ചാൽ അതിന്റെ ഒരു സെക്യുലർ പെർസ്പെക്റ്റിനകത്ത് എങ്ങനെയാണോ ആ തീരുമാനത്തെ കൊണ്ടുവരാനാവുക എന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചത്. അതിനിടയിൽ നിങ്ങൾ സബ് കമ്മിറ്റി അവിടെ വന്നിരിക്കുന്നു, ഏതോ UDFന്റെ ആൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കൺവീനർ പറഞ്ഞിരിക്കുന്നു, ഞാൻ തീരുമാനം പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ക്യാബിനറ്റിൽ എന്താ എടുക്കുന്നത്? ആ തീരുമാനം വരാതെ അതിന്റെ മെറിറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇറക്കൂല. കാരണം ഞാൻ ക്യാബിനറ്റിൽ അങ്ങാണ്. ഓക്കെ. ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പ്രകീർത്തിച്ച് നിങ്ങൾ കേട്ടിനാ? അയാളൊരു CPM MP ആണ് സാർ. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒപ്പുവെച്ചതിന്റെ പാലം. ഇടനിലക്കാരൻ ഷാജി അറിയാണ്ടല്ല, സ്വന്തം ഘടകകക്ഷിയായ CPI അറിയാതെ ഒപ്പുവെച്ചതിലെ പാലം. അയാൾ അതിന് വാങ്ങിയിട്ടുണ്ട് വല്ല ഏർപ്പാടുണ്ടെങ്കിൽ അത് അയാൾ അവിടെ പറയട്ടെ. ഒപ്പും വെച്ചിട്ട് ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന അയാളോട് രാഷ്ട്രീയം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. ആലോചിക്കാം ഞങ്ങള്, അതിനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ആലോചിക്കാം. ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ അടുത്ത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണേ? ഒരിക്കലും ഞാൻ പറയാം അതിന്റെ മെറിറ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ക്യാബിനറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായിട്ട് സർക്കാർ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. വിമർശനം ഒപ്പുവെക്കൽ ഒരുപോലെ കാണുന്നത് ഒരുപോലെ. ഞങ്ങളതിനെ റെക്ടിഫൈ ചെയ്യാൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കണു. ആ സബ് കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ. നിങ്ങൾ എന്നെ എത്ര പ്രകോപിപ്പിച്ചാലോ ഞാൻ അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അതിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ നിന്ന് കിട്ടൂല. തല കുത്തി മറഞ്ഞാൽ കിട്ടൂല ഇപ്പൊ. എന്നാൽ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇനിയും വരുമെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയില്ല. ഇപ്പൊ നിങ്ങൾ ഓർമ്മിട്ടാതെ ചോദിച്ചതിന്റെ പേരിലാണെങ്കിൽ ഞാൻ പറയുന്നതല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് ഇടനിലക്കാരൻ. അതിൽ അദ്ദേഹത്തിന് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് അയാൾ തീരുമാനിച്ചോട്ടെ. എനിക്കത് അത് എന്റെ നിലപാട് അയാൾ ഞാൻ ചോദ്യം ചെയ്യാനായിട്ടില്ല. ആകുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു.